നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ കച്ചവട സ്ഥിരാകേന്ദ്രമായ SM സ്ട്രീറ്റിലാണ്, മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ നമുക്ക് ഇതുവരെയും ആരും കാണാത്ത ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. അവിടേക്ക് പോവാം. ഇതാണ് ആ സ്പെഷ്യൽ സംഭവം. ഈ SM സ്ട്രീറ്റിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നമുക്ക് കാണാം വാദിയാജി പാഴ്സി അഞ്ജുമൻ ബാഗ്. അവിടെയാണ് നമ്മൾ ഇന്നുള്ളത്. ഇത്രയും തിരക്ക് പിടിച്ച ഹൃദയഭാഗത്ത്, ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വലിയൊരു സ്പേസ് ഇവിടെ പാർസി ടെമ്പിളാണ്. ഫയറിനെ ആരാധിക്കുന്ന ഒരു പാർസി ടെമ്പിൾ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം. വരും. ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ടെമ്പിളാണ്. ഫയറിനെ വർഷിപ്പ് ചെയ്യുന്നു. മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു പാർസികളിൽ ഒരുപാട് പേര് ഇവിടെ ഇല്ല. ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു ഫാമിലി ഇന്നിവിടെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചകളിലാണ് ഇവരുടെ ടെമ്പിളിൽ കാര്യമായിട്ട് പൂജകളൊക്കെ നടക്കുന്നത്. അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ജീവിതമാണ് ഇവരുടേത്. പിന്നെ അവരുടെ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ നമ്മളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ അമ്പലത്തിലുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഈ പാർസി ഫാമിലിയുടെ പ്രേയേഴ്സൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം ഇവിടെയുള്ള ആകെ അവശേഷിക്കുന്ന ഒരു ഫാമിലിയിൽ പെട്ട മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്തായാലും ഞങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ് നിങ്ങളുടെ ഈ ഒരു പ്രെയർ ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ. സാധാരണ നോൺ പാർസീസിനെ അങ്ങനെ അലോട്ട് ചെയ്യില്ല അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കസ്റ്റം എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഈ സൺഡേസ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രെയർ സെലക്ട് ചെയ്തിരിക്കുന്നത്? സോ സൺഡേസ് കമ്പൽസറി പ്രെയർ ഡാഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കേ, സുബിന്റെ ഫാദർ, ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഓക്കേ, ബൈ ദ വേ മാർഷൽ സാറിന്റെ മകനാണ്, മകന്റെ വൈഫ് ജാസ്മിൻ സുബിൻ. ഓക്കേ, പറയൂ. സോ it was compulsory, so or a habit form out that every Sunday the family will come here, meet here and say the prayer together. Okay, ഇത് prayer hall ആണ്. Prayer hall, because it is a prayer hall, you are all allowed to come here, witnesses say our prayers. Okay, Agyari is our main fire temple. Agyari ambam non Parsis are not allowed in the fire temple. Okay, so we come here, the family will come here, say our prayers together. We will sit here. Adyam used to have a priest and his family also. Ippa priest arilla. Pinne Zubin's mummy knows all the prayers. Pinne even if there is a death angane enda ambam is the burial ane. So mummy vannittu evide full prayers. ഈ prayer ഏത് ലാംഗ്വേജിലാണ്? Farsi basically. Okay. And our Parsi book is called Zend Avastha. Zend Avastha. നിങ്ങളുടെ ഹോളി ബുക്ക് അല്ലേ, ബൈബിൾ ഒക്കെ പോലെ? It is written in Gujarati also, it's written in English also. Okay. Yes. So that it is readable to all of us, because we only speak Gujarati is our mother tongue. Okay. എന്തായാലും ഈ ഫയറിനെയാണല്ലോ നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത്? ഇപ്പം നമ്മൾ ഹിന്ദു മിത്തോളജി പ്രകാരം പറയുകയാണെങ്കിലും പഞ്ചഭൂതങ്ങളാണ്. ഒന്ന് ഫയർ, പിന്നെ അതുപോലെ വിൻഡ്, അങ്ങനെയൊക്കെ പഞ്ചഭൂതങ്ങൾ. അപ്പൊ അതിനകത്ത് ഫയറിനെ സെലക്ട് ചെയ്തത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? Our prophet Zarathustra very clearly believed. Again, that is ഒരു കുറച്ച് സിമിലാരിറ്റി ഇസ്ലാമിൽ കൂടെ ഉണ്ട്. Because we also don't have any ideal worship. We also don't have ഒരു സ്റ്റാച്യു ഉണ്ട് വർഷിപ്പ് ഇല്ല. പ്രോഫിറ്റ് ഉണ്ട്. We have a prophet Zarathustra. So ലൈഫിൽ എന്താ വേണമെങ്കിലും you cannot do without fire. That is the most important for anything in your life. So fire was always given the most importance. So fire, water. If you saw, we have done a small diya. That diya is done with half water, half oil. പിന്നെ അതിന് മേലെ ഫ്ലോട്ട് വെക്കാം. The float which burns. As soon as the oil gets over, water le verumbam the diya also
gets off. So fire was always our first most important. നമ്മളവിടെ കത്തിച്ച് വെക്കുന്നത് എന്ത് വുഡാണത് ഉപയോഗിക്കുന്നത്? ആദ്യം it used to be purest sandalwood. First it used to be like that. We have also understood with times changing, not good for the environment. It is sandalwood, but it is not the purest form of sandalwood. What is available, we will use that. Clean bark venam. Any taadi vinambam angane twig use ചെയ്യുന്നില്ല. It has to be a clean bark. ഓക്കെ, നല്ല വൃത്തിയുള്ള ഒരു തടി കഷ്ണം വേണം അല്ലേ? ഓക്കെ. എന്തായാലും ഈ ഒരു ബറിയലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതും ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നിയ കാര്യം എന്താ വെച്ചാൽ SM സ്ട്രീറ്റ് എത്രയും തിരക്ക് പിടിച്ച SM സ്ട്രീറ്റിന്റെ ഉള്ളിലാണ് ഇത്രയും കാമായിട്ടുള്ള ഒരു സ്ഥലം. At that time SM street അങ്ങനെ ഒന്നുമില്ല. അന്ന് there used to be a river. ഒരു പുഴ പോകും. ഓക്കെ, അതായിരുന്നു ഹിസ്റ്ററി. അത് നേരെ റെയിൽവേ സ്റ്റേഷൻ ആ വഴിക്ക് അങ്ങനെയാണ് അയ്യോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. അന്ന് ഈ ഒരു സ്ഥാപനം ഉള്ളൂ ഇവിടെ. അത് ശരി, ഓക്കെ. എനിക്ക് തോന്നുന്നു 100 വർഷത്തില്. ഓ, അപ്പൊ ഏകദേശം I think much before 1831, not 1931, sorry, 1831. Yes. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ സാധാരണ ഈ പാർസി ആൾക്കാർ വന്നിട്ട് 300 ഇയേഴ്സുമായി അല്ലേ? അപ്പൊ അതുവരെ എവിടെയായിരുന്നു വർഷിപ്പ് ചെയ്ത? അത് ഒന്നും ആരെങ്കിലും പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഓക്കെ, ഇതിനായിട്ട് പോവും അല്ലേ? ബോംബെ ആണ് പാർസീസിന്റെ ബേസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയാ, ബോംബെ പൂണ. ബോംബെയിലാണ്. ഈ ബറിയലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, അത് സാധാരണ നമ്മളിപ്പോ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒന്ന് നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഇതാണ്. We don't have burial cremation അങ്ങനെ ഇല്ല പാർസീസിൽ. We have tower of silence. Tower of silence basically inverted well ആണ്. Normal well is like this, you look down into the well. അത് inverted well ആണ്. If there will be a small door, so after the prayers and everything are done, the body is kept there, and we say that even when we die, you must do something good. So our bodies are given to the vultures. Pinne with like a place like Kerala le Tower of Silence illa. When you don't have a choice, we have a burial ground. Okay. ഇതൊരു സെന്റർ ആണ്. റൈറ്റ് ഫ്രം ട്രിവാൻഡ്രം, ഊട്ടി, മാംഗ്ലൂർ ഒക്കെ എവിടെ കൊണ്ടുവരാ മരിച്ചാൽ. അത് ശരി. അപ്പൊ അവിടെ ഒന്നുമില്ല. ഇപ്പൊ ടവർ ഓഫ് സൈലൻസ് എവിടെയാ ഉള്ളത്? ഇവിടെ കേരളത്തിലില്ല. ഈവൻ കോയമ്പത്തൂരിൽ മരിച്ചാലും ഇവിടെ വെച്ചവരുണ്ട്. ഓക്കെ. അപ്പൊ എല്ലായിടത്തും ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്ഥലത്തും പാർസി ഫാമിലി ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പൊ നിങ്ങളൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പം ഓൺലി ദ മാർഷൽ ഫാമിലി. പിന്നെ സുബിന്റെ മമ്മി പറഞ്ഞു കുറെ പാർസീസ് ഉണ്ട് when she got married and came 55 years back. When she got married in India, there were 3-4 other families also. പിന്നെ എല്ലാ business, they stopped business and they went back to Bombay പോയി, പൂന പോയി. ഡാഡി ഡറാസ് മാർഷൽ പോയിട്ടില്ല. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിരിച്ചു പോകാൻ തോന്നില്ല എന്നുള്ളത്. ഗ്രാൻഡ് ഫാദർ ആണ് ഇവിടെ ഓട്ടോമൊബൈൽ ബിസിനസ് തുടങ്ങിയത്. 1920. പിന്നെയാണ് 48 വർക്ക്ഷോപ്പ് തുടങ്ങിയത്. അങ്ങനെ ആ കാര്യത്തില് പുലിയാന്ന് തോന്നുന്നല്ലേ? പിന്നെ മാത്രമല്ല ഇവിടെ ഈ കാണുന്ന ഈ ഷോപ്പുകളും ഒക്കെ നമ്മുടെ ആ കത്തിയ ഒരു സമയത്തൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് അവിടം വരെയാ, മൊയ്തീൻ പള്ളി റോഡ് വരെയാണ്. അവിടെ അങ്ങോട്ടാണ് എന്താ പറയാ സ്റ്റോണോ എന്തോ ഒരു ഇവിടെ ഒരു തെങ്ങ് കത്തിപ്പോയി ഇതിന്റെ ഉള്ളിൽ നിന്ന്. അതെയോ? കമ്പി വന്ന് കുളിച്ചിട്ട്. അത് ശരി. അപ്പോൾ ഈ പ്രെയർ ഹോൾ അല്ലേ നേരത്തെ പറഞ്ഞത്? ഒരു എനിക്ക് തോന്നുന്നു 1831 ഉണ്ടാക്കിയതാണ്. ഇത് ആരാണ് ഇത്? It was built by Mr. Mugaset. Okay. Another Parsi. He was a very big philanthropist. He built this. He built the Calicut Cosmopolitan. Cosmopolitan Club. Cosmopolitan Club. They're all built by Mr. Mugaset. Okay. അപ്പോൾ പഴയ നമ്മുടെ കുറേ ബിൽഡിങ്സ് ഉണ്ടല്ലോ ആ ഒരു ബീച്ച് സൈഡിൽ. മേയർ ഭവൻ ഇല്ലേ? അതും ഇവരെ തന്നെയായിരുന്നു. അതൊരു പാർസി ഫാമിലി ഉണ്ടായിരുന്നു. ഇവരെ അവിടെ താമസിച്ച. അതാണ് അപ്പോഴും ആ പഴയ സ്റ്റൈലിൽ നിൽക്കുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല. അത് ഉള്ളില് കുറച്ച് ഉള്ളത്. ഇതെന്താ ഈ ഒരു ഷീറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് സ്ക്രീൻ പോലെ? So normally, like I said earlier also, non-Parsis should not see the prayers happening. Okay. So sometimes a mixed marriage ഉണ്ടാവും. ഇപ്പൊ Parsi, we follow the religion of the father. So if I marry outside the community, इनकी उल्लीले करण पचुला. But if Zubin marries outside the community, प्रश्न इल्ला, because religion of the father. So sometimes if a mixed marriage is angane aambam, if there is a very big prayer going on inside, then they don't go inside. They sit on this side of the this.
So there's no like evil parenda, but like non-Parsis should not witness those prayers that are happening. That is why the screen is kept. They'll put chairs here. You can hear the prayers, but you don't witness the prayers. അപ്പോൾ പാർസി ഫാമിലിയിലെ ഒരു പെൺകുട്ടി മറ്റ് വേറൊരു ആളെ കല്യാണം കഴിച്ചാൽ കഴിഞ്ഞു. Yes, she is not counted as a Parsi. Her children don't get, no. Her children also cannot be made Parsi because religion of the father is counted. ഓക്കെ. അപ്പൊ അച്ഛൻ ആൺകുട്ടിക്ക് വേറെ ആളെ കല്യാണം കഴിച്ചാലും ഓക്കെ അല്ലേ, മക്കള് പാർസി തന്നെ, പക്ഷെ ഭാര്യ ഇല്ല. പിന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ പാർസി കണ്ട് നമ്മൾ ഭയങ്കര no conversion. You have to be born a Parsi. പിന്നെ ഇതും ഓൾസോ ഇപ്പൊ ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. കുറെ സ്ഥലം ലൈക്ക് പ്ലേസസ് ലൈക്ക് ജംഷേദ്പൂർ, ബോംബെ ഓൾസോ there are 1 or 2 priests ആണ് who are agreeing to do our Hindus janoi pariyane janoi angane ee poonula. So in us Parsis it is called Navjot. Oh, okay, that is done for boy and the girl. Oh, baptism another okay. Okay, bringing you into the community. So ipo there are 1 or 2 priests who are doing it even for the woman whose children are you know from another community. They are doing, but you cannot, we don't have conversion, we don't have adoption. We don't have. Yeah. ഇപ്പൊ ഇവിടെ കൊറേ ചെയർസ് കണ്ടല്ലോ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം മുമ്പ് കൊറേ പേര് ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലെ? എങ്ങനെയായിരുന്നു ആ കാലത്ത്? 400 പേരോളം. ഓക്കെ. അപ്പൊ ആ കാലത്തെ ഒരു ബിസിനസ്സും ഇവിടെ കുറെ ബിസിനസ്സുകൾ ഉണ്ടായി. കാര്യമായിട്ട് ഷിപ്പിംഗ് ആയിരുന്നു. And spices. Daddy used to say spices. ഓക്കെ. അങ്ങനെ അന്നത്തെ കാലത്ത് ഇവിടെ കുറെ പേര് വരുന്നുണ്ടായി, പ്രീസ്റ്റും ഉണ്ടായി. അത് ഞായറാഴ്ച രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയാണോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. മസ്റ്റ് ബി മാക്സിമം 1 hour 45 minutes. എൻ്റെ മറ്റേ നല്ല ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് നീളും, ഇല്ലെങ്കിൽ അത്ര ഒന്നുമില്ല. ഓക്കെ. എന്നിട്ട് അപ്പൊ എല്ലാരും ഇവിടെ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഭക്ഷണം അധികം പുറത്തുനിന്ന് എന്തെങ്കിലും സ്നാക്സോ, അന്നത്തെ ബേക്കറി, ആ ഫ്രഞ്ച് ബേക്കറിയിലും ഭയങ്കര അവിടെ നിന്നൊക്കെ പഫ്സും അന്നത്തെ കാലത്ത് കട്ട്ലറ്റും അതൊക്കെയാണ് ഇവിടെ ഇരുന്ന പണ്ട് ഞങ്ങളുടെ പാർസി ഫെഡറേഷൻ മീറ്റ് നടന്നിരിക്കുന്നത് കാലിക്കറ്റില്, പാരമൗണ്ട് ഹൗസിൽ. ഏതാ കൊല്ലം എനിക്ക് ഓർമ്മയില്ല, അന്ന് വലിയ മീറ്റിംഗ് നടന്നിരുന്നു അവിടെ. ഒരു പ്രത്യേകതരം ഡിഷ് ഉണ്ടല്ലോ നിങ്ങളുടെ പാർസീസിന്റെ, ഈ വേർഡിന്റെ രണ്ട് മീനിങ് ആണ്. ധൻ means rice. Oh no, dhan means dal. Parip. And shak means meat. Anything, mutton or chicken. It can eat. So predominantly Parsis non-vegetarian ആണ്. പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ല. എന്തും കഴിക്കും. We eat everything, every meat we eat, but we like non-vegetarian more. So dhan sak is a very important dish for us. It is most famous Parsi dish. Pinne nalla divasle dhan sak vekkam pachula. That's another thing we have. In the Parsis, if somebody dies, on the 4th day of the death of the person, we make dhan sak. ആഴ്ചയിലെ ഓരോ പ്രാവശ്യം കമ്പൽസറിലി ധൻസാക്ക് വേണം. ദാറ്റ് ഇസ് എ സൺഡേ ലഞ്ച്. കല്യാണം പോലുള്ള സമയത്ത് കല്യാണത്തിന് ഭയങ്കര റിച്ച് ഫുഡാ, അത് ചിക്കൻ മട്ടൺ എല്ലാം ഉണ്ടാവും. ധൻസാക്ക് തീരെ ഉണ്ടാക്കില്ല. ഇറ്റ് ഇസ് നോട്ട് ഗിവൻ ഓൺ എ ഗുഡ് ഡേ. ബട്ട് ആഴ്ചയിലെ ഓരോ പ്രാവശ്യം എവറി പാർസി ഹൗസിൽ ധൻസാക്ക് ഉണ്ടാവും. മോസ്റ്റ്ലി സൺഡേസ് ധൻസാക്ക് ഉണ്ടാവും. മാം ഒന്ന് പറഞ്ഞു തരുമോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, നമ്മളെ പ്രേക്ഷകരൊക്കെ പ്രോബ്ലം ഇസ് മസാല എവിടെ നിന്ന് കിട്ടൂല. We get the masalas from Bombay. Zubin's mummy makes a masala at home also, but mostly the masalas and all are very different from. നമ്മളിപ്പോ പുറത്ത് ഇപ്പോ കോഴിക്കോടോ അല്ലെ കേരളത്തിലെ ഹോട്ടൽസിൽ കിട്ടുമോ ധൻസാക്ക്? കിട്ടില്ല അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ അത് കഴിക്കണമെങ്കിൽ എവിടെ ഇവിടെ പോകണം? ഒന്നല്ലേ നിങ്ങളുടെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ പുറത്തല്ലേ? അടുത്ത് ബാംഗ്ലൂർ പോയാലും മതി. ബാംഗ്ലൂർ ഉണ്ട്. പണ്ട് അല്ലല്ല, ജുബിൻ അറോറ 13th floor ആ ഹോട്ടലിലുണ്ടായിരുന്നു പണ്ട്. ഞാൻ അവിടെ നിന്ന് കഴിച്ചിരിക്കുന്നത്. എന്തായാലും അത് കേട്ടപ്പോ ഒന്ന് കഴിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഏത് വർഷത്തിലാ കല്യാണം കഴിച്ചത്? 26 years. I got married in 96. But Zubin's mummy was very clear because we are ഭയങ്കര broad minded ആണ് Parsis. Okay. Strict mother-in-law, father-in-law, അങ്ങനെ rules and regulations ഒന്നുമില്ല. പിന്നെ because I was a girl from Baroda, from Gujarat, my mother-in-law was very clear that കല്യാണത്തിന് മുൻപ് I must come here and stay here with the family. So for us അത് പ്രശ്നമില്ല. We were not even engaged.
പിന്നെ 95 I came here for the first time. ഓ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ആ ഒരു വർഷം കഴിഞ്ഞു. We had a 1 year courtship. That time is also given. അതായത് പരിചയപ്പെടാനാ. പരിചയപ്പെടാനോ? നിങ്ങളതിലധികം നിങ്ങൾ ചെക്കനെ കണ്ട് പെണ്ണ് നിങ്ങളെ പന്തല്ല കാണുന്നത്. അതെ 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 അതെ. പിന്നെ അത് പ്രശ്നം ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ആവും. അതെ. അതിനെ കൊണ്ട് പരിചയപ്പെട്ടിട്ട് ഒരു വർഷം മൊത്തം. So we had a 1 year വർഷം courtship. അങ്ങനെയില്ല, അത് കമ്പൾസറി അല്ല, ഡിപ്പെൻഡ്സ്. So 95 I came here. I met the family. I stayed with the family. പിന്നെ Zubin's daddy told me, do you want to stay ഫാമിലിയിലെ കൂടെ നിൽക്കാന്, do you want to stay separately? അതുകൊണ്ട് എനിക്ക് എല്ലാ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. But I did not want to stay with them. അതായത് ഒരു 26 ഇയേഴ്സിന് മുമ്പെയാണ് ഇത് നമുക്കിവിടെ കോഴിക്കോട്ടുകാർക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. But then that is also I think culture difference ആണ്. Our culture is different. Like I say, rules and regulations അങ്ങനെ ഒന്നും ഇല്ല. ഇത് daughter in law അത് ചെയ്യാൻ, father in law has to do അങ്ങനെ, there is no rules. ഓരോ ഫാമിലി ശരിക്കും അതല്ല ഞാൻ ചോദിക്കുന്നത്. സുബിൻ സാർ ഇവിടെ താമസിച്ച് ശരിക്കും മലയാളമൊക്കെ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു കോഴിക്കോട്ടുകാരൻ പിന്നെ പക്ക ആളാണ്. സുബിന്റെ ഫാദർ പറയൂ that they are Malayali Parsis. മല്ലു Parsis. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചറും കുറച്ചൊക്കെ അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണോ? Yes. വീട്ടിലെ ഭക്ഷണം also, for example, food is all Malayali food. Fish curry ഉണ്ട്, fish curries and uperi, and they love coconut oil. അത് എനിക്ക് ഇപ്പൊ മുതൽ I cannot. ഗുജറാത്തിലേക്ക് വരുമ്പോ coconut oil is for the hair. Stomach വേണ്ട, you know, but they are പക്ക മലയാളീസ്. ഇപ്പോഴും കോക്കനട്ട് ഓയിൽ ഇഷ്ടപ്പെടുന്നില്ല? ഇപ്പോഴും ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കേരളത്തിന്റെ എല്ലാ ഫെസ്റ്റിവൽസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഓണം, വിഷു, ഈദ് ഒക്കെ, ക്രിസ്മസ്. ഞാൻ ജനിച്ചതാണ്. I love wearing the mundu veshti and flowers in my hair. I like all that I like. Yes. ക്രിസ്മസിനാണ് ഞാൻ ജനിച്ചതും. അപ്പം 25th സെലിബ്രേറ്റ് ചെയ്യും. ഒരുപാട് കൾച്ചറിന്റെ ഒരു വ്യത്യാസം ഇപ്പൊ അവിടുന്ന് ബറോഡയിൽ നിന്ന് വന്ന് ഇവിടെ വരുമ്പോൾ ആ ഒരു കൾച്ചറും പിന്നെ ഇവരുടെ വീട്ടിലേക്ക് വന്ന എല്ലാം കൂടെ ആയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ പ്രശ്നം ഇല്ല അമ്പലി. I'll tell you why. Because other single handedly mummy responsible ആണ്. Now before my wedding also, when I came here, mummy started giving me advice alla, but she started telling me ഇവിടെ ആൾ അങ്ങനെയാണ്, you should not feel bad, you know, don't get worried. If there is a problem, you are answerable only to Zubin, nobody else. Not to mommy, not to daddy. Yeah, so you don't worry where are in the even today 26 years I have certain things I am not used to, but it is okay. Yeah, I love the place. I will never leave Calicut, never. മാർഷൽ സാറിന്റെ ഒരു കുറെ ഇന്റർവ്യൂസ് കണ്ടു. ഫുൾ ഭയങ്കര തമാശക്കാരനൊക്കെ. അപ്പൊ വീട്ടിലൊക്കെ അടിപൊളിയാണല്ലേ? Full. We don't need to switch on the TV. Mummy full time paryu. Jasmine Darayas വീട്ടിലെ ഇല്ല. പിന്നെ the house is quiet. ചേച്ചിമാരും വീട്ടിലെ അയ്യോ ബാവാവും ഇല്ല, ജാസ്മിനും ഇല്ല, വീട്ടിലെ ഒരു ഒച്ച ഇല്ല. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞങ്ങൾ ഈ പാർസി അഞ്ചുമൺ കുറെ ചാരിറ്റി ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. ഈ പ്രത്യേകിച്ച് ഈ ഫ്ലഡ്സിന്റെ ടൈമിനെല്ലാം ഗിവൺ 10 to 15 lakhs ചീഫ് മിനിസ്റ്ററിന്റെ നേരിട്ട് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നു. ഡാഡി കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ കോസ്മോന്റെ അച്ഛൻ പാസ്റ്റ് പ്രസിഡന്റ്, കോസ്മോപോളിറ്റന്റെ 84 പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ റൈഫിൾ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ബോട്ട് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ റോട്ടറിന്റെ പാസ്റ്റ് ഗവർണർ ആയിരുന്നു. അങ്ങനെ കുറെ JCs കുറെ ഓർഗനൈസേഷൻസിലുണ്ടായിരുന്നു. ഈസ് എ ഗുഡ് പബ്ലിക് സ്പീക്കർ. കുറെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നു അങ്ങനെ സംസാരിക്കേണ്ടി. പിന്നെ even the workshop that they have, the old one, not Automoto, the other one, Daddy every year Auto Mechanica പറഞ്ഞിട്ട് there is a thing in Germany. അവിടെ 2 കൊല്ലം പോകും. He will go there specially to get the best machineries. അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. മോഡേൺ മെഷീനറി ഉണ്ട് ഞങ്ങളെ വർക്ക്ഷോപ്പിൽ. ഇപ്പോൾ കുറെ കൊല്ലങ്ങളായി. മാർഷൽസ് എന്ന് പറഞ്ഞാൽ ആരും പറയും. റൈറ്റ് ഫ്രോം മംഗളൂർ ടു മലപ്പുറം. ഫാദറിന്റെ കുറെ റൈറ്റപ്പ് വായിച്ചിട്ടുണ്ട്. റൈഫിൾ ഷൂട്ടിംഗിന് 110 ഗോൾഡ് ആൻഡ് 9 സിൽവേഴ്സ് നാഷണൽ ലെവലിൽ. പിന്നെ ഈ ബാക്കിയുള്ള പരിപാടികളോ, ഡാൻസ്, പാട്ട്, അതിനോടൊക്കെ ഇപ്പോൾ കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ പാട്ടുകളും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്? സെപ്പറേറ്റ് മ്യൂസിക് വല്ലതും ഉണ്ടോ? ഞങ്ങളെല്ലാത്തിലും മിക്സ് ചെയ്യും. അങ്ങനത്തെ പ്രത്യേകിച്ച് മ്യൂസിക് ഒന്നുമില്ല. വെസ്റ്റേൺ ഉണ്ട്, മറ്റേ ഈസ്റ്റേൺ ഉണ്ട്, എല്ലാം വി മിക്സ് വിത്ത്. But as Parsis we enjoy English music. We really enjoy. That is our favorite. അതായത് ബോംബെയിലെ ഷാമക് ഡാവ ഈസ് എ ഡാൻസർ, പാർസിയ കൊറിയോഗ്രാഫർ. ബോമൻ ഇറാനി ഈസ് എ പാർസി. ഒക്കെ വെൽ നോൺ പീപ്പിൾ, വെരി ഫ്യൂ. പക്ഷേ
ഞാനെപ്പോഴും പറയും പാർസി ഈസ് എ ഫ്യൂ നമ്പർ, പക്ഷേ ലാർജ് ഇൻ ഹാർട്ട് എന്ന് പറയും. ശരിയാ. പാട്ട് പാടാൻ അറിയോ Oh രണ്ടുപേർക്ക്? my God, no. അത്യാവശ്യം പാടും. അത്യാവശ്യം പാടും. കണ്ടോ? വേണ്ട, സുബിൻ. അയ്യോ അങ്ങനെ പറയല്ലേ, Interview will end just now. അല്ല പാടിക്കോട്ടെ. അങ്ങനത്തെ പാട്ടുകാരനൊന്നല്ല. I can tell you one small story. So you asked me, no? Okay, Calicut, like what is the difference? So my mother and father used to love Zubin's way of talking and all that. So Ora Prash, Zubin would go sometimes to Baroda without me also. So Ora Prasham Baroda poitinde, and then 5 days later nya Baroda pone. So mummy, daddy and Zubin had gone for some party. Now one day, and then few days later there was another party. Then my mother announced to everybody, 1 minute, now my son will sing a Malayalam song. Then I got scared. Oh my God, what is Zubin going to do? And Zubin started singing one Malayalam song. I will tell you which song also, okay? It is Zubin's favorite Malayalam song. Zubin ee song inde pinne ellarke explanation um koduthu. Oh, nice. Pavada venam. മേലാട. Yeah, that is so he's told everybody the explanation. It is a song of a girl in a blouse and a petticoat. So my parents used to love this nonsense. Oh, Zubin will come, he will sing one Malayalam song and give full explanation. സിബ്ലിങ്ങിനോടുള്ള ഒരു ലവ് ആണ് ആ പാട്ട്. ഓക്കെ, I don't understand it. That is Zubin's favorite Malayalam song. കാലിക്കറ്റിന്റെ ഒരു ഭയങ്കര പാട്ടാണ്. വേണം പഞ്ചാര പണം കിളിക്ക് ഇക്കാന്റെ കരളേലും മാന്റെ പൊരുളെ മുത്താവൂ നീ നമുക്ക്. ഇക്കാന്റെ കരള മീൻസ് ബ്രദറിന്റെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മുഴുവൻ അറിയാതെ എനിക്ക് വളരെ പ്രയാസം. പഴയ ഒരു അങ്ങാടി പിക്ചറിന്റെ പാട്ട്. അത് അങ്ങാടിയിലെ പാട്ടാണ്. കോഴിക്കോടിന്റെ സ്നേഹം, ലവ്. കോഴിക്കോടിന്റെ പീപ്പിൾ ആർ വെരി ലവിങ്. അങ്ങനെ എല്ലാ നമ്മളെ ഫെസ്റ്റിവൽസും നമ്മൾ കൂടെ പങ്കെടുക്കലുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പീപ്പിൾ ആർ വെരി നൈസ്. ചിലവരുണ്ട്, ചിലവർ ഡിപ്പെൻസ്. അതിനിപ്പം ഞാൻ കുറേ റോട്ടറിയിലുണ്ട്, അപ്പം ആ ഒരു ക്രൗഡ് വേറെയാണ്. പിന്നെ നമ്മളെ കോസ്മോപോളിറ്റൻ്റെ വൈസ് പ്രസിഡൻറ്റ് കൂടിയാണ് ഇന്ന്. അപ്പം ഞാനും കുറേ ഓർഗനൈസേഷൻസിലുണ്ട്, പക്ഷേ പീപ്പിൾ ആർ വെരി നൈസ് ഞാൻ പറയും. ആ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് അങ്ങാടി, കുതിരട്ടം പപ്പു കോഴിക്കോട്ടുകാരൻ, അതെ, ആ കോഴിക്കോടായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള പാട്ടാണത്. പണ്ട് എനിക്ക് ഒരു അശോക ഭവൻ ഉണ്ടായിരുന്നു എൻ്റെ കോളനിയുടെ പുറത്ത്. അവിടെ നല്ല പൊറാട്ടയും ബീഫും കിട്ടും. ഒരു വീക്ക്നെസ്സാണ് പണ്ടേ. അപ്പോൾ ഫുഡ് എനിക്ക് തോന്നുന്നു കാലിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഭക്ഷണത്തോടെ സ്നേഹിക്കുന്ന ആൾക്കാർ കാലിക്കറ്റാണ്. കേരളത്തിൽ നോക്കിയാലും വേറെ എവിടെ ഇല്ല. രാത്രി 2 മണിയായാലും 3 മണിയായാലും ചൂടോടെ ഭക്ഷണം. സാഗറിന്റെ ഒരു ബോംബെ ഹോട്ടല്, സാഗർ ഒക്കെ ഉണ്ട്, പഴയ ഹോട്ടൽസാണ്. ബോംബെ ഹോട്ടൽ പ്രത്യേകിച്ച് വെരി ഓൾഡസ്റ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ കോഴിക്കോട് തന്നെ വരണം. അപ്പം സുബിൻ സാറിന്റെ മുതുമുത്തച്ഛന്മാർ വന്ന ആ ഒരു വർഷം, ആ കാലഘട്ടമൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓർമ്മയുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗ്രാൻഡ് ഫാദർ came in 1899 പിന്നെ ഫാദർ 1932. ഇവിടെ തന്നെയാണോ ജനിച്ചതൊക്കെ? പഠിച്ചതല്ല ഇവിടെ തന്നെയാണ്, സെന്റ് ജോസഫിലായിരുന്നു. സുബിൻ സാറിന് എത്ര സിബ്ലിങ്സ് ആണ് ഉള്ളത്? എനിക്ക് സിസ്റ്റർ ഉണ്ട്, ബ്രദർ ഉണ്ട്. Sister has 2 daughters and husband they are settled in Chennai, Nazneen. സ്റ്റെല്ല മാരിസിൽ പഠിപ്പിക്കുകയാണ്. ബ്രദറിലോ ഫോർഡ് കമ്പനിയിൽ മാനേജറാണ്. Younger brother is in the same family business, workshop ഓട്ടോമൊബൈൽ ബിസിനസ്. അതുപോലെ അമ്മ ആക്റ്റീവ് ആണോ? പുറത്തോ എങ്ങനെയാ സോഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു. ഇനവിയിൽ പറഞ്ഞ ഒരു ക്ലബ് ഉണ്ട് ഇവിടെ, ലേഡീസ്. അപ്പൊ അതിന്റെ പാസ്റ്റ് പ്രസിഡന്റ് കൂടിയായിരുന്നു. മമ്മിയുടെ പേരെന്താ? KT Marshall. പിന്നെ അതർ റിലേറ്റീവ്സ് ബോംബെ, ഹൈദരാബാദ്. പിന്നെ that is also another thing. All the ladies of the house have come from other places. Zubin's grandmother was from Karachi. Zubin's mother is from Hyderabad. I am from Baroda. Because where will you get Parsi girls to get married, no? So all the ladies from of the house are from all other places of the world or the country. എല്ലായിടത്തും ഉണ്ട്. Because Pakistan is another place where there are lots of Parsis.
My daddy in their family are Avari group പറഞ്ഞിട്ട്. They are the biggest hoteliers, Avaris. They are in Karachi. ദുബായിലും ഉണ്ട് വലിയ. അത് ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നല്ലേ. നിങ്ങൾക്ക് ഈ ഒരു പാഴ്സി കുടുംബത്തിൻ്റെ പ്രത്യേകതകളുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തു ഇവർ രണ്ടുപേരും, സുബിൻ സാറും അതുപോലെ ജാസ്മിൻ മാഡവും. ഇവരുടെ പ്രേയേഴ്സിൻ്റെ വേ ഓഫ് വർഷിപ്പും കാര്യങ്ങളും അതുപോലെ ബറിയലിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നു അല്ലേ. ഒരുപാട് പ്രത്യേകത, പുതുമ നിറഞ്ഞ ഒരു അറിവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോഴിക്കോട്ട് ജനിച്ച് വളർന്ന നമ്മളിൽ പലർക്കും അറിയാതെ പോയ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു SM സ്ട്രീറ്റിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ പാഴ്സി ടെമ്പിൾ. എന്തായാലും ഒരുപാട് നന്ദി സുബിൻ സാർ, ജസ്മിൻ മാം. താങ്ക് യു വെരി മച്ച്. കണ്ടേലും കേട്ടേലും സന്തോഷം. ഓക്കെ, താങ്ക് യു. ബൈ.